നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്ര വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 17 തിങ്കൾ. സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിച്ചു. 9 മാസമാണ് ഈ വണ്ടിക്ക് വേണ്ടി ലോകജനത വെയിറ്റ് ചെയ്തത്. സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യസംഘം എത്തിയ ഡ്രാഗൺ ക്യാപ്സൂൾ പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തതോടെ എല്ലാം റെഡി. ഇനി 19-ന് സുനിതയ്ക്കും വിൽമോറിനും മടങ്ങാം. നിലയത്തിൻ്റെ നിയന്ത്രണം പുതിയ ക്രൂവിൽ നൽകാനുള്ള കാലതാമസമാണ് അതുവരെ മടക്കയാത്ര നീട്ടിയത്. പോക്ക് IAS ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി. യോഗങ്ങളിൽ താൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും IAS ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി നടപ്പാക്കുന്നില്ലെന്ന് ഗുരുതര ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാപകൽ സമരം 36-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഇന്ന് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. അംഗൻവാടി പ്രവർത്തകരും ഇന്നു മുതൽ സമരത്തിലേക്ക്. ശാരീരിക പരിമിതിയുള്ള ഉദ്യോഗസ്ഥനു വേണ്ടി മന്ത്രിക്ക് നേരിട്ട് നൽകിയ സ്ഥലമാറ്റ അപേക്ഷ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിൽ. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ചുമായി ബന്ധപ്പെട്ട് രാവിലെ 11 മുതൽ മാർച്ച് തീരുന്നതുവരെ ഇന്ന് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാചകവാതക വിതരണ ഏജൻസി ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ വിജിലൻസ് കോടതി 29 വരെ റിമാൻഡ് ചെയ്തു. പരാതി നൽകിയത് സഹികെട്ടപ്പോഴെന്ന് ഗ്യാസ് ഏജൻസി ഉടമ. കേരള സർവകലാശാല പഠനവകുപ്പിൽ ആരംഭിച്ച 4 വർഷ ബിരുദ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷാ നടത്തിപ്പ് LBS സെന്ററിനെ ഏൽപ്പിക്കാൻ നീക്കം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫാനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ആവർത്തിച്ച് രക്ഷപ്പെട്ട മാതാവിൻ്റെ മൊഴി. ഇനി കാഴ്ചപ്പാട് പേജ് നോക്കാം. കാത്തിരിക്കരുത്, ശരിയായ സമയം ഒരിക്കലും വരില്ല. ഇപ്പോൾ എവിടെയാണോ അവിടെ തുടങ്ങുക. ഇപ്പോൾ കയ്യിലുള്ളത് ഉപയോഗിക്കുക. തുടർ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ട മറ്റുപകരണങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നുകൊള്ളും. നെപ്പോളിയൻ ഹിൽ അമേരിക്കൻ എഴുത്തുകാരൻ്റെ വാക്കുകളാണ് ഇന്നത്തെ ചിന്ത. ലഹരിക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണം. സംസ്ഥാനത്തിന് മേൽ പിടിമുറുക്കുന്ന ലഹരി വലയം എത്രത്തോളം വിസ്തൃതവും ആപൽക്കരവുമാണെന്ന് ബോധ്യപ്പെടാൻ ഈയിടെയുണ്ടായ ചില സംഭവങ്ങൾ തന്നെ ധാരാളം. ലഹരി വ്യാപാരത്തിനു പിന്നിലുള്ള അദൃശ്യ ശക്തികളെയെല്ലാം പുറത്തു കൊണ്ടുവന്നാലേ പോരാട്ടത്തിന് ഗതിവേഗം കൂടൂ. ലഹരിയിലേക്ക് ഒഴുകിത്തീരേണ്ടതല്ല നമ്മുടെ പുതുതലമുറയെന്ന ഉത്തമ ബോധ്യത്തോടെയാവണം കേരളം ഈ പോരാട്ടത്തിൽ മുന്നേറേണ്ടത്. തിരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ശേഷിക്കെ തമിഴ്നാട്ടിൽ വളരെ മുന്നിലാണ് DMK സഖ്യം. സംസ്ഥാനത്തിന് എതിരെയുള്ള കേന്ദ്ര നീക്കങ്ങളോടുള്ള പ്രതിഷേധങ്ങളിൽ സഖ്യത്തിന് പുറത്തുള്ളവരെയും കൂടെ കൂട്ടാൻ സ്റ്റാലിന് കഴിയുന്നു. DMK സഖ്യത്തിന് ഒപ്പമെത്താൻ പ്രതിപക്ഷ പാർട്ടികൾ വല്ലാതെ വിയർക്കേണ്ടി വരും. മകൻ ഉദയനിധിയെ പാർട്ടിയുടെ ഭരണത്തിൻ്റെയും തലപ്പത്ത് എതിർപ്പില്ലാതെ എത്തിച്ച സ്റ്റാലിൻ സഖ്യകക്ഷികളെ ഒരുമയോടെ നയിക്കുന്നതിലും മിടുക്ക് കാട്ടുന്നു. 9 മാസം നീണ്ട ബഹിരാകാശ ജീവിതം സുനിത വില്യംസിനും ബോച്ച് വിൽമോറിനും ഒട്ടേറെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ടെന്ന് വിദഗ്ധർ. രാജ്യത്ത് 3 ഇടങ്ങളിലായി 163 കോടിയുടെ ലഹരിവേട്ട. ബംഗളൂരുവിൽ 75 കോടിയുടെ MDMA പിടിച്ചു. ബംഗളൂരുവിൽ 2 ദക്ഷിണാഫ്രിക്കക്കാർ അറസ്റ്റിൽ. അറസ്റ്റിലായ 2 യുവതികളും വ്യാജ പാസ്പോർട്ടിൽ തലങ്ങും വിലങ്ങും യാത്ര ചെയ്താണ് വിവിധ നഗരങ്ങളിൽ MDMA എത്തിച്ചത്. തുടർച്ചയായ 4 ദിവസത്തെ അവധിക്ക് ശേഷം പാർലമെന്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. നിയമസഭാ സമ്മേളനവും ഇന്ന് പുനരാരംഭിക്കും. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വിൽപ്പന മുഖ്യപ്രതി പിടിയിൽ. ഇന്ത്യ തിരയുന്ന കൊടും ഭീകരൻ ലഷ്കർ-എ-തായ്ബ കമാൻഡർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. US-ലെ 6 സംസ്ഥാനങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരണം 34ആയി. യമനിലെ US ആക്രമണം, മരണം 31. മാസഡോണിയ നിശ ക്ലബിൽ തീപിടുത്തം, 59 മരണം. ഗായകൻ KJ യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം പ്രക്ഷോഭം നടത്തും. സൈനികൻ ഓടിച്ച കാർ മതിലിലിടിച്ച് തലകീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന സൈനികനിൽ നിന്ന് കഞ്ചാവ് പൊതി പിടിച്ചെടുത്തതായി പോലീസ് പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള തൊഴിൽ ദിനങ്ങളും സംസ്ഥാനത്തിനുള്ള വിഹിതവും വെട്ടിക്കുറയ്ക്കുന്ന നടപടി തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു.
ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കൾ. ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 6 വിക്കറ്റ് വിജയം. IPLന് ഇനി 5 ദിവസം. 6ാം കിരീടം പ്രതീക്ഷിച്ച് മുംബൈ ഇന്ത്യൻസും 7ാം കിരീടം മോഹിച്ച് രോഹിത് ശർമ്മയും. ഇന്നത്തെ ദിനപത്ര വായന ഇവിടെ സമാപിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.